ആരാധകരുടെ പല പ്രിയപ്പെട്ട താരങ്ങളുടെയും തലവര തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു കോച്ച് തന്നെയാണ് ഗൗതം ഗംഭീർ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഗംഭീർ കോച്ച് ആയതിന് പിന്നാലെ ഇത്രയധികം ആവേശം ആരാധകരുടെ ഭാഗത്തു നിന്നും പ്രകടമാകുന്നത്. ഇന്ത്യൻ ടീമിൽ പല വിപ്ലവകരമായ മാറ്റവും കൊണ്ടുവരാൻ ഗംഭീറിന് സാധിക്കും എന്ന വിശ്വാസവും ആരാധകർക്കുണ്ട്. ഇന്ത്യൻ കോച്ചാകാൻ സമ്മതം മൂളുന്നതിന് മുൻപ് ഗംഭീർ ചില ഡിമാൻഡുകൾ BCCIയെ അറിയിച്ചിരുന്നുവെന്നും ഇതിലൊന്ന് ടെസ്റ്റിലും പരിമിത ഓവർ മത്സരങ്ങളിലും വ്യത്യസ്ത ടീമുകൾ വേണം എന്നതുമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ ഇതാ ഗംഭീർ കോച്ചായി വരുന്നതോടെ ഇന്ത്യൻ താരങ്ങൾ രാജ്യത്തെ ഒരു പ്രധാന ആഭ്യന്തര ടൂർണമെന്റിൽ മത്സരിക്കേണ്ടത് നിർബന്ധമാക്കാൻ പോവുകയാണ്. മുൻപ് ചെയ്തിരുന്നത് പോലെ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇല്ലാത്ത സമയം ഈ മത്സരങ്ങളിൽ നിന്ന് വിശ്രമം എടുക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് ഇനി കഴിയില്ല. 3 താരങ്ങൾക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇളവ് ലഭിക്കുക. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ടീമിന്റെ പ്രധാന താരങ്ങൾ ആഭ്യന്തര മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇതിനാണ് ഗൗതം ഗംഭീറും BCCIയും മാറ്റം വരുത്താൻ പോകുന്നത്. അടുത്ത സീസൺ മുതൽ ദേശീയ ടീമിൽ സ്ഥിരസ്ഥാനമുള്ള കളിക്കാർ പോലും രാജ്യത്തെ പ്രധാന റെഡ് ബോൾ ടൂർണമെന്റുകളിൽ ഒന്നായ ദുലീപ് ട്രോഫിയിൽ കളിക്കണമെന്ന നിർദ്ദേശം പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് BCCI. ഇന്ത്യയിലെ വിവിധ സോണുകളിൽ നിന്നുള്ള ടീമുകളാണ് ദുലീപ് ട്രോഫിയിൽ കളിക്കുന്നത്. ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ തിരഞ്ഞെടുക്കുക ദേശീയ സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സെപ്റ്റംബറിൽ ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് കുറഞ്ഞത് 2 ദുലീപ് ട്രോഫി മത്സരങ്ങളെങ്കിലും ഇന്ത്യൻ താരങ്ങൾ കളിക്കണമെന്നാണ് BCCI പറയുന്നത്. ദുലീപ് ട്രോഫിയിൽ കളിക്കേണ്ടത് നിർബന്ധമാക്കുമെങ്കിലും ഇന്ത്യയുടെ 3 സീനിയർ താരങ്ങൾക്ക് ഇതിൽ നിന്ന് BCCI ഇളവ് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ക്യാപ്റ്റനും ഓപ്പണറുമായ രോഹിത് ശർമ്മ, സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി, ടീമിന്റെ നമ്പർ 1 പേസർ ജസ്പ്രീത് ബുംറ എന്നിവർക്കാകും BCCI ഇക്കാര്യത്തിൽ ഇളവ് നൽകുക. ദുലീപ് ട്രോഫിയിൽ കളിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ BCCI ഇവർക്ക് പൂർണ്ണ അധികാരം നൽകുമെന്നാണ് വിവരം. ഏറെ തിരക്കുള്ള ടെസ്റ്റ് കലണ്ടറാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇനി കാത്തിരിക്കുന്നത്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ പ്രവേശനം ലക്ഷ്യമിടുന്ന ടീം ഇന്ത്യക്ക് 4 മാസത്തിനിടെ 10 ടെസ്റ്റുകൾ കളിക്കേണ്ടതായുണ്ട്. സെപ്റ്റംബറിൽ നാട്ടിൽ ബംഗ്ലാദേശിനെതിരെ 2 മത്സര ടെസ്റ്റ് പരമ്പര കളിക്കുന്ന ഇന്ത്യ പിന്നാലെ ന്യൂസിലൻഡിനെതിരെ 3 മത്സര പരമ്പരയിൽ കളിക്കും. ഇതിനുശേഷം ഓസ്ട്രേലിയയ്ക്ക് പറക്കുന്ന രോഹിത് ശർമ്മയും സംഘവും 5 മത്സര ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ആതിഥേയർക്കെതിരെ കളിക്കും. ഈ വർഷം സെപ്റ്റംബർ 5 മുതൽ 22 വരെയാണ് 2024-25 സീസണിലെ ദുലീപ് ട്രോഫി നടക്കുന്നത്. നോർത്ത് സോൺ, സൗത്ത് സോൺ, സെൻട്രൽ സോൺ, ഈസ്റ്റ് സോൺ, നോർത്ത് ഈസ്റ്റ് സോൺ, വെസ്റ്റ് സോൺ എന്നിങ്ങനെ 6 ടീമുകളാണ് ദുലീപ് ട്രോഫിയിൽ മത്സരിക്കുക. സൗത്ത് സോൺ ആണ് ദുലീപ് ട്രോഫിയിൽ നിലവിലെ ചാമ്പ്യന്മാർ. കഴിഞ്ഞ ഫൈനലിൽ വെസ്റ്റ് സോണിനെ 75 റൺസിന് കീഴടക്കിയാണ് അവർ കിരീടത്തിൽ മുത്തമിട്ടത്.